ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിലവാരം ചെറുതല്ല. അതുകൊണ്ടാണ് പണ്ഡിത ലോകം മുഴുവനും പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സൃഷ്ടി ലോകത്ത് ഏറ്റവും ഉയരത്തിലുള്ളയാള് മുത്തുനബിയാണ്. ഏറ്റവും ഷറഫാക്കപ്പെട്ട ആളാരാന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി എന്നതാണ്. ആർക്കും അതിലൊരു സംശയവുമില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഏതു വിഷയത്തിൽ എടുത്തു നോക്കിയാലും മുത്തുനബിയായിട്ട് ബന്ധപ്പെട്ടതിന് ആ മുത്തുനബിയായിട്ട് ബന്ധപ്പെട്ടതിനാണ് ലോകത്ത് ഷറഫ് ഉണ്ടാവുക. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് എന്ന് പറയാൻ കാരണം. ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കും, കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരിക്കൽ പരിശുദ്ധ ഹറമിൽ ഉംറ നിർവഹിക്കാൻ വേണ്ടി എത്തിയപ്പോൾ ഉംറ സംഘത്തോടൊപ്പം ഉംറ നിർവഹിക്കാൻ എത്തിയപ്പോൾ പരിശുദ്ധ മക്കയിൽ താമസിക്കുമ്പോൾ മക്കയുടെ ബഹുമാനം പറയും നമ്മൾ എല്ലാവരും. അങ്ങനെ തന്നെയാണ്. അപ്പോഴല്ലേ അതൊന്ന് മനസ്സിൽ തട്ടുള്ളൂ. മക്കയിലെ താമസം അത് പരമാവധി മുതലാക്കണം എന്നൊരു ചിന്ത വരുള്ളൂ. അപ്പൊ അവിടുന്ന് സംസാരിക്കുമ്പോ ഞാൻ പറഞ്ഞു, ഈ മക്കയുടെ ഏറ്റവും വലിയ ബഹുമാനം അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഇത് മുത്തുനബിയുടെ പുണ്യമാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട കാലു തട്ടിയ മണ്ണാണ്. എങ്ങനെ? മക്കത്തുൽ മുക്കറമയുടെ ഏറ്റവും വലിയ ബഹുമാനം ഹബീബ് തങ്ങൾ ജനിച്ച നാടാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട പാദം തട്ടിയ മണ്ണാണത്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ മക്ക എന്ന പുണ്യരാജ്യത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞത് എങ്ങനെയാണ്? ഈ മക്ക എന്ന പുണ്യരാജ്യത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യാതിരിക്കുക? തങ്ങൾ ഇറങ്ങി താമസിച്ച മണ്ണാണിത്, തങ്ങൾ ഇറങ്ങി നടന്ന മണ്ണാണിത്. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു വഅൻത ഹില്ലും ബിഹാദൽ ബലദ് എന്ന ഹില്ലിന് അർത്ഥം കൊടുത്തത് വഅൻത നാസിലും ബിഹാദൽ ബലദ്. അറബിയിൽ ഹല്ല യഹില്ലു എന്ന് പറഞ്ഞാൽ അനുവദനീയമാകുക എന്നൊരർത്ഥമുണ്ട്. ആ അർത്ഥത്തിലും അതവിടെ ഫിറ്റാണ്. അതുപോലെ തന്നെ ഇറങ്ങുക എന്നൊരർത്ഥവുമുണ്ട്. വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വഅൻത നാസിലും ബിഹാദൽ ബലദ്. ഈ നാട്ടിൽ അങ്ങയുടെ കാലു തട്ടിയ മണ്ണാണ് നബിയേ മക്ക. അതുകൊണ്ടാണ് മക്കത്തുൽ മുക്കറമക്ക് ഇത്ര ബഹുമാനം ഉണ്ടാവാൻ കാരണം. അതിലും വലിയൊരു ബഹുമാനം ഇനി പറയാനില്ല. അല്ലാഹുവിന് പറയാമായിരുന്നു ഇത് കഅബയുള്ള നാടാണ്, കഅബയുള്ള നാടാണ്. കഅബയുടെ ബഹുമാനം അല്ലാഹു പറയുന്നുണ്ട്, വേറെ സൂറത്തിൽ പറയുന്നുണ്ട്, വേറെ ആയത്തിൽ പറയുന്നുണ്ട്. പക്ഷേ മക്കയെ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ അതിന് കാരണം അവതരിപ്പിക്കുമ്പോൾ അല്ലാഹു പറയുന്നത് മുത്തുനബിയുടെ കാല് തട്ടിയ മണ്ണാണെന്നാണ്. സുബ്ഹാന മൻ ജല്ല ജലാലു. ഒന്ന് ആലോചിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ, ആരാണ് ഹബീബ് റസൂലുള്ളാഹി? ആ ഒരൊറ്റ വാക്ക് മതി. ഇത് ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഞാൻ രാത്രി റൂമിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം സംഘത്തിൽപ്പെട്ട ഒരാൾ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം എനിക്ക് ഇഷ്ടമായി, നല്ല സന്തോഷം തോന്നി. പക്ഷെ ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോൾ എനിക്കൊരു മാനസിക പ്രയാസം. ഞാൻ ചോദിച്ചു എന്തേ? നിങ്ങൾ കഅബയേക്കാൾ മുത്തുനബിയെ ബഹുമാനിച്ചു. അതാ മൂപ്പരുടെ പ്രശ്നം. നിങ്ങൾ കഅബയേക്കാൾ മുത്തുനബിയെ ബഹുമാനിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ പ്രശ്നം? അങ്ങനെ തന്നെയല്ലേ ഉള്ളത്. കഅബ ഉണ്ടായി എത്ര കാലം കഴിഞ്ഞാലേ മുഹമ്മദ് നബി ഉണ്ടായത് എന്നാണ് ഇയാളുടെ ഭാഷ. അപ്പോ ഞാൻ ചോദിച്ചു, എവിടെയോ വിശ്വാസ പാഠത്തിലൊരു വൈകല്യം കുടുങ്ങിയ ആളാണ് ഇത് കേട്ടാൽ തന്നെ തിരിയല്ലോ. നേരെ മറിച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സാധാരണക്കാരനോട് ഇത് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞു കേട്ടതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? ഇല്ല.
കാരണം നമ്മൾ പഠിച്ചു വെച്ചൊരു തത്വമുണ്ട്, ആ തത്വത്തിന് ദരിദ്രല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങള് അഹ്ലുസുന്നയുടെ പന്ഥാവിലുള്ള ആളല്ലേ? അപ്പൊ അയാളൊരു ചെറിയ പുഞ്ചിരിയോടെ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ നിങ്ങൾ വിചാരിച്ച ആ ആദർശക്കാരനല്ല, ഇയാള് പുതിയ ആശയക്കാരനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് SYS ഉംറ സംഘത്തിലെത്തിയത്? ഈ ഒരു സംഘത്തിന്റെ കൂടെ അപ്പൊ പറഞ്ഞു, ഉസ്താദേ, കെട്ടിയോള് ആങ്ങളാര് അവരുടെ ഉപ്പ സജീവ നിങ്ങളുടെ ആളായതുകൊണ്ട് അവരിതിലേ പോരുള്ളൂ പറഞ്ഞു. അപ്പൊ ഞാനും ഇങ്ങനെ പോരാൻ നിർബന്ധിതനായതാണ്. ഇതാണ് സൊക്കേട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് സംസാരിക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് ആരാണ്? അയാളോട് ഞാൻ ചോദിച്ചാൽ അതാണ്, അഷ്റഫുൽ ഖൽഖ് ആരാണ്? സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഷറഫാക്കപ്പെട്ട ആൾ ആരാണ്? അപ്പൊ അയാൾ നിസ്സങ്കോചം പറഞ്ഞു, മുഹമ്മദ് നബി. ഒരു പ്രശ്നമില്ലാതെ പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചു, കഅബ പടപ്പാണോ പടച്ചോനാണോ? നിങ്ങളിപ്പോ പറഞ്ഞു പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ളത് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനി എന്റെ ചോദ്യം, കഅബ പടച്ചോനോ പടപ്പോ? പറഞ്ഞു പടപ്പാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഷറഫാക്കപ്പെട്ട ആള് മുഹമ്മദ് നബിയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇനി എന്തിനാ നിങ്ങൾ സംശയിക്കുന്നു? അപ്പൊ അയാളൊന്നും വേണ്ടിയില്ല. അപ്പോഴാണ് കാര്യം തിരിയുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയ ബാലപാഠത്തിലെ കുഴപ്പാത്. നിങ്ങളെ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലെയും മദ്രസ ഉസ്താദുമാരാണ് നിങ്ങളെ പഴപ്പിച്ചത്. ഞങ്ങൾക്ക് അന്ന് നേരായ അറിവ് ഞങ്ങൾ ഉസ്താദുമാര് പകർന്നു തന്നത് കൊണ്ടാണ് ഞങ്ങൾക്കിത് പറയാൻ പ്രയാസമില്ലാത്തത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം അത് സമ്മതിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ ചില ഉദാഹരണങ്ങൾ ചോദിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് ആരാന്ന് ബോധ്യപ്പെടാനാണ്, അല്ല അഷ്റഫുൽ ഖൽഖാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി. ലോകത്ത് ഏറ്റവും വലിയ പടപ്പ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും വലിയ മണ്ണ് ഏതാണ്? മുത്തുനബിയെ പടക്കാനെടുത്ത മണ്ണ് മദീനയിലെ മദീനയിലെ ഹുജ്റത്തു ശരീഫയിലെ മണ്ണ്. റൗളയിലല്ലോ, ഹുജ്റത്തു ശരീഫയിലെ മണ്ണ്. മുത്തുനബിയുടെ ഖബർ ശരീഫ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള മണ്ണില്ലേ, ആ മണ്ണാണത്രേ കഅബ സ്ഥിതി ചെയ്യുന്ന ആ മണ്ണിനേക്കാൾ വലിയ മണ്ണ് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിത ലോകം ഇജ്മാ ആയ സംഗതിയാ. മൊത്തത്തിൽ പറയുമ്പോ മക്കക്കാണോ മദീനക്കാണോ ബഹുമാനം എന്ന് ചോദിക്കുമ്പോ പണ്ഡിതന്മാർ പറയുന്നത് മക്കക്ക് എന്നാണ്. ഏതെങ്കിലും ഒരു പ്രത്യേകം ഒരു സ്പെഷ്യൽ സ്ഥലം മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ ഏറ്റവും ബഹുമാനം ഏതിനാന്ന് ചോദിച്ചാൽ മുത്തുനബിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനാണ്. അതിലേറെ മഹത്വമുള്ള ഒരു ഭൂമി ലോകത്ത് വേറല്ല. എന്തേ കാരണം? അത് മുത്തുനബിയുടെ പുണ്യ ശരീരം പടക്കാനെടുത്ത മണ്ണാണ്. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ മണ്ണ് അങ്ങനെയായത്. ലോകത്തെ ഏറ്റവും വലിയ വെള്ളമേതാ? നമുക്കറിയാം, ഇസ്മായിൽ അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് പൊട്ടിയ ഇസ്മായിൽ നബിയുമായി ബന്ധമുള്ള മാഉ സംസമാണ് ലോകത്ത് വലിയ വെള്ളമെന്ന്. പക്ഷേ ആ വെള്ളത്തെക്കാൾ ഷറഫുള്ള വെള്ളം, അതിന് 2-ാം സ്ഥാനമേ ഉള്ളൂ. അതിനേക്കാൾ ഷറഫുള്ള വെള്ളം മുത്തുനബിയുടെ വിരൽ ചാലുകളിൽ നിന്ന് പൊട്ടിയൊഴുകിയ വെള്ളമാണ്. എന്തേ കാരണം? അത് മുത്തുനബിന്റെ വിരലിൽ നിന്നാ വന്നത്. അതാ കാരണം. ഇതാണ് അഷ്റഫുൽ ഖൽഖാവാൻ കാരണം. ലോകത്തെ ഏറ്റവും വലിയ ബീവിമാരാരാ? ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ ബീവിമാരാരാ? അസ്വാജു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്ക സ്വലാത്തിയല്ല, സ്വലാത്തൊക്കെ നിങ്ങൾ ചൊല്ലാത്തതിൽ നിങ്ങൾക്ക് ഖേദം തോന്നും. നിങ്ങൾ എന്റെ ഒപ്പം സ്വലാത്തി ചൊല്ലിക്കോളൂ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഖേദം തോന്നും. ലോകത്തെ ഏറ്റവും വലിയ ബീവിമാർ അസ്വാജു റസൂലില്ലാഹ്.